നമസ്കാരം. എല്ലാവർക്കും വൃന്ദ ആസ്ട്രോളജിയിലേക്ക് സ്വാഗതം. ഞാൻ ഈ വീഡിയോയിൽ രാഹുവിൻ്റെ ശനിയുടെ നക്ഷത്രമായ ഉത്രട്ടാതി നക്ഷത്രത്തിലേക്കുള്ള രാശിമാറ്റം 12 രാശിക്കാർക്കും എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നാണ്. 8 ജൂലൈ 2024 രാഹു ശനിയുടെ നക്ഷത്രമായ ഉത്രട്ടാതിയിൽ പ്രവേശിക്കും. മാർച്ച് 16, 2025 വരെ ഉത്രട്ടാതി നക്ഷത്രത്തിലാണ് രാഹു ഉണ്ടാവുക. രാഹുവും ശനിയും സുഹൃത്തുക്കളാണ്. ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ ദേവത അഹിർ ബുദ്ധിനിയാണ്. അറിവ്, വിജയം, കൺഫ്യൂസ് സ്വഭാവം, സാമ്പത്തിക നേട്ടം, നിഗൂഢത ഇവയുമായിട്ട് ഉത്രട്ടാതി നക്ഷത്രത്തിന് ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ഗുണഫലമാണ് എല്ലാവർക്കും കിട്ടുക. ഒപ്പം ജാതകത്തിൽ രാഹു ശനി അനുകൂലമായവർക്ക് ഏറ്റവും നല്ലതായിരിക്കും. രാഹു ശനി പ്രതികൂലമായവർക്ക് കൺഫ്യൂസ് സ്വഭാവം അതുപോലെ ടെൻഷനൊക്കെ ഉണ്ടാക്കും. മേടൻ രാശിക്കാരുടെ 12ലുള്ള രാഹുവാണ് ശനിയുടെ ഉത്രട്ടാതി നക്ഷത്രത്തിലേക്ക് മാറിയിരിക്കുന്നത്. അതുപോലെ ശനി ഇപ്പോൾ 11ലാണ്. അതുകൊണ്ട് തന്നെ വരുമാനവും ലാഭവും വർദ്ധിക്കും. സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും. തൊഴിൽ പുരോഗതി ഉണ്ടാകും. വിദേശത്ത് തൊഴിലവസരങ്ങൾ കിട്ടാൻ നല്ലതാണ്. അറിവും ബുദ്ധിയും വർദ്ധിക്കും. അപവാദങ്ങളിൽ പെടാതെ ശ്രദ്ധിക്കണം. ആത്മീയ യാത്രകളൊക്കെ ചെയ്യാൻ സാധിക്കും. ആരോഗ്യം നിങ്ങളുടെ ശ്രദ്ധിക്കണം. അതുപോലെ യാത്രകൾ വർദ്ധിക്കും. ചിലവ് വർദ്ധിക്കും. നിങ്ങൾ ഓം നമഃശിവായ ദിവസവും 11 തവണ ചൊല്ലുന്നത് അതുപോലെ സുബ്രഹ്മണ്യ പ്രീതി വരുത്തുന്നതൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ശുഭഫലം വർദ്ധിക്കും. ഇടവൻ രാശിക്കാരുടെ 11ലുള്ള രാഹുവാണ് ശനിയുടെ ഉത്രട്ടാതി നക്ഷത്രത്തിലേക്ക് മാറിയിരിക്കുന്നത്. അതുപോലെ ശനി ഇപ്പോൾ 10ലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലതായിരിക്കും. മുടങ്ങിയ കാര്യങ്ങൾ, ജോലിയൊക്കെ നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ പറ്റും. ആത്മധൈര്യവും ഭാഗ്യവും വർദ്ധിക്കും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കും. എല്ലാവരുടെയും സഹായ സഹകരണം കിട്ടും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റും. ധനാഭിവൃദ്ധി ഉണ്ടാകും. മിഥുനൻ രാശിക്കാരുടെ 10ലുള്ള രാഹുവാണ് ശനിയുടെ ഉത്രട്ടാതി നക്ഷത്രത്തിലേക്ക് മാറുന്നത്. ഒപ്പം ശനി നിങ്ങളുടെ 9ലാണിപ്പോൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കഠിന പ്രയത്നത്തോടെ തൊഴിൽപരമായിട്ട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ജോലി മാറുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. വിദേശ ജോലിക്ക് അവസരങ്ങൾ കിട്ടും. സാമ്പത്തിക ലാഭം ഉണ്ടാകും. വ്യാപാര അഭിവൃദ്ധി ഉണ്ടാകും. പുതിയ അവസരങ്ങൾ കിട്ടും. ചിലവ് കുറിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ നല്ലതാണ്. കർക്കിടകൻ രാശിക്കാരുടെ 9ലുള്ള രാഹുവാണ് ശനിയുടെ ഉത്രട്ടാതി നക്ഷത്രത്തിലേക്ക് മാറിയിരിക്കുന്നത്. ഒപ്പം ശനി നിങ്ങളുടെ അഷ്ടമത്തിലാണിപ്പോൾ. അതുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് നല്ല ശ്രദ്ധ വേണം. വരുമാനവും ലാഭവും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അനാവശ്യ ചിലവ് വർദ്ധിക്കും. തൊഴിൽപരമായിട്ട് നല്ലതാകും. യാത്രകൾ വർദ്ധിക്കും. ഭക്ഷണകാര്യത്തിൽ, ആരോഗ്യകാര്യത്തിലൊക്കെ നല്ല ശ്രദ്ധ വേണം. മുടങ്ങിയ കാര്യങ്ങളൊക്കെ ശരിയാകും. നിങ്ങൾ ഓം നമഃശിവായ 21 തവണ ചൊല്ലുന്നത് അതുപോലെ ശനിപ്രീതി വരുത്തുന്നതൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ശുഭഫലം വർദ്ധിക്കും. ചിങ്ങൻ രാശിക്കാരുടെ 8ലുള്ള രാഹുവാണ് ശനിയുടെ ഉത്രട്ടാതി നക്ഷത്രത്തിലേക്ക് മാറുന്നത്. ശനി ഇപ്പോൾ 7ലാണ്. എല്ലാ കാര്യവും നിങ്ങൾ നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യാൻ. പങ്കാളിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വരിക, ചിലവ് വർദ്ധിക്കും. നിങ്ങളുടെ സംസാരം ശ്രദ്ധിക്കണം. സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും. ശത്രുക്കൾ വർദ്ധിക്കും. നിങ്ങൾ ശനിപ്രീതി വരുത്തുന്നത് അതുപോലെ സുബ്രഹ്മണ്യ പ്രീതി വരുത്തുന്നതൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ശുഭഫലം വർദ്ധിക്കും. കന്നിരാശിക്കാരുടെ 7ലുള്ള രാഹുവാണ് ശനിയുടെ ഉത്രട്ടാതി നക്ഷത്രത്തിലേക്ക് മാറുന്നത്. ഒപ്പം ശനി ഇപ്പോൾ 6ലാണ്. അപ്പോൾ തൊഴിൽപരമായിട്ട് നിങ്ങൾക്ക് ഉന്നതി ഉണ്ടാകും. മറ്റുള്ളവരുടെ കാര്യങ്ങളിലൊക്കെ ഇടപെടുമ്പോൾ നല്ല ശ്രദ്ധ വേണം. കൂട്ടു ബിസിനസ് ചെയ്യുന്നവർ തമ്മിൽ തെറ്റിദ്ധാരണ വരാതെ അതുപോലെ പങ്കാളിയായിട്ട് കലഹം വരാതെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. വരുമാനവും ലാഭവും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലവ് വർദ്ധിക്കും. അതുപോലെ ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാകും. യാത്രകൾ വർദ്ധിക്കും. സാമ്പത്തികമായ ലാഭം വർദ്ധിക്കും. സർപ്പങ്ങൾക്ക് 100 പാലും വഴിപാട് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ശുഭഫലം വർദ്ധിക്കും. തുലാം രാശിക്കാരുടെ 6ലുള്ള രാഹുവാണ് ശനിയുടെ ഉത്രട്ടാതി നക്ഷത്രത്തിലേക്ക് മാറുന്നത്. ഒപ്പം ശനി നിങ്ങളുടെ 5ലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഭാഗ്യം വർദ്ധിക്കും. പെട്ടെന്ന് ധനാഭിവൃദ്ധി ഉണ്ടാകും. ജോലിയിലും ബിസിനസ്സിലും നല്ലതാകും. ആരോഗ്യം നല്ലതാകും. സന്താനങ്ങൾക്ക് വേണ്ടി ചിലവ് വരും. വിദ്യാർത്ഥികൾക്കൊക്കെ അനുകൂലമാണ്. വൃശ്ചികൻ രാശിക്കാരുടെ 5ലുള്ള രാഹുവാണ് ഉത്രട്ടാതി നക്ഷത്രത്തിലേക്ക് മാറുന്നത്. ഒപ്പം ശനി നിങ്ങളുടെ 4ലാണ്. അതുകൊണ്ട് ആഗ്രഹങ്ങൾ നടക്കും. പണം നിക്ഷേപിക്കുമ്പോഴൊക്കെ ശ്രദ്ധ വേണം. മുടങ്ങിയ കാര്യങ്ങൾ, ജോലിയൊക്കെ ചെയ്തു തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കും. വരുമാനവും ലാഭവും വർദ്ധിക്കും. വീട്, വസ്തു, വാഹന ഭാഗ്യം അതുപോലെ ബുദ്ധിയും അറിവും ഉപയോഗിച്ച് നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും വിജയിക്കാനായിട്ട് പറ്റും. സന്താനങ്ങളെപ്പറ്റി ചിന്ത ഉണ്ടാകും. ധനാഭിവൃദ്ധി ഉണ്ടാകും. നിങ്ങൾ ശനിപ്രീതി വരുത്തുന്നത് നിങ്ങൾക്ക് കൂടുതലായിട്ട് ശുഭഫലം വർദ്ധിക്കും. ധനുരാശിക്കാരുടെ 4ലുള്ള രാഹുവാണ് ശനിയുടെ ഉത്രട്ടാതി നക്ഷത്രത്തിലേക്ക് മാറുന്നത്. ഒപ്പം ശനി നിങ്ങളുടെ 3ലാണിപ്പോൾ.
വീട്, വസ്തു, വാഹനം വാങ്ങാനൊക്കെ നല്ലതാണ്. കുടുംബത്തെ പറ്റി ചിന്ത ഉണ്ടാകും. മാതാവിന് ആരോഗ്യ പ്രശ്നങ്ങൾ വരിക. അതുപോലെ തൊഴിൽപരമായിട്ട് നിങ്ങൾക്ക് കഠിന പ്രയത്നം വേണ്ടിവരും. വിദേശ യാത്രകൾ ചെയ്യാൻ സാധിക്കും. വരുമാനവും ലാഭവും ഉണ്ടെങ്കിലും അനാവശ്യ ചിലവ് വർദ്ധിക്കും. നിങ്ങൾ സർപ്പങ്ങൾക്ക് മഞ്ഞൾ അഭിഷേകം നടത്തുന്നത് നിങ്ങൾക്ക് കൂടുതലായിട്ട് ശുഭഫലം വർദ്ധിക്കും. മകരം രാശിക്കാരുടെ 3-ലുള്ള രാഹുവാണ് ശനിയുടെ ഉത്രട്ടാതി നക്ഷത്രത്തിലേക്ക് മാറുന്നത്. ഒപ്പം രാശ്യാധിപനും ശനിയാണ്. ശനി 2-ലാണിപ്പോൾ. നിങ്ങൾക്ക് ഭാഗ്യം വർദ്ധിക്കും. സാമ്പത്തിക പുരോഗതി ഉണ്ടാകും. മറ്റുള്ളവരുടെ സഹായ സഹകരണം കിട്ടും. കഠിന പ്രയത്നത്തോടെ തൊഴിൽപരമായിട്ട് നിങ്ങൾക്ക് പുരോഗതി ഉണ്ടാക്കാൻ പറ്റും. പുതിയ സുഹൃത്തുക്കളെ കിട്ടും. അതുപോലെ ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കും. സഹോദരങ്ങളായിട്ടൊക്കെ നല്ലതാകും. ശനിപ്രീതി വരുത്തുന്നത് നിങ്ങൾക്ക് കൂടുതലായിട്ട് ശുഭഫലം വർദ്ധിക്കും. കുംഭൻ രാശിക്കാരുടെ 2-ലുള്ള രാഹുവാണ് ശനിയുടെ ഉത്രട്ടാതി നക്ഷത്രത്തിലേക്ക് മാറുന്നത്. ഒപ്പം ശനി നിങ്ങളുടെ രാശ്യാധിപനാണ്. അതുപോലെ തന്നെ സ്വന്തം രാശിയിലാണ് ഇപ്പോൾ ശനി. അതുകൊണ്ട് തന്നെ കുടുംബാംഗങ്ങളുടെ മറ്റുള്ളവരുടെയൊക്കെ സഹായ സഹകരണം കിട്ടും. ധനാഭിവൃദ്ധി ഉണ്ടാകും. ജോലി ഇല്ലാത്തവർക്ക് പുതിയ ജോലി കിട്ടാനൊക്കെ നല്ലതാണ്. പുതിയ മാറ്റങ്ങളുണ്ടാകും. ആരോഗ്യം ശ്രദ്ധിക്കണം. ചിലവ് വർദ്ധിക്കും. സർപ്പങ്ങൾക്ക് നിങ്ങൾ 100 പാലും വഴിപാട് നടത്തുന്നത്, ശനിപ്രീതി വരുത്തുന്നതൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ശുഭഫലം വർദ്ധിക്കും. മീനൻ രാശിക്കാരുടെ സ്വന്തം രാശിയിലേക്കാണ് രാഹു. അതുപോലെ ശനിയുടെ ഉത്രട്ടാതി നക്ഷത്രത്തിലാണ് വന്നിരിക്കുന്നത്. ഒപ്പം ശനി 12-ലാണ് ഇപ്പോൾ. അതുകൊണ്ട് പുതിയ മാറ്റങ്ങളുണ്ടാകും. പേര്, പ്രശസ്തി വർദ്ധിക്കും. അറിവും ബുദ്ധിയും വർദ്ധിക്കും. തീരുമാനങ്ങൾ എടുക്കുമ്പോഴൊക്കെ ശ്രദ്ധ വേണം. വാഹനങ്ങൾ സൂക്ഷിച്ചുപയോഗിക്കണം. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ബുദ്ധി ഉപയോഗിച്ച് നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും വിജയിക്കാൻ പറ്റും. ചിലവ് വർദ്ധിക്കും. സാമ്പത്തിക ലാഭം വർദ്ധിക്കും. അതുപോലെ കഠിന പ്രയത്നത്തോടുകൂടെ ജോലിയിലും ബിസിനസ്സിലൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ മഞ്ഞൾ അഭിഷേകം സർപ്പങ്ങൾക്ക് ചെയ്യുന്നത്, ശനിപ്രീതി വരുത്തുന്നതൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ശുഭഫലം വർദ്ധിക്കും. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.